happiness. കേരളത്തിൽ ഒരു സാധാരണക്കാരന് നീതി തേടി കയറി ചെല്ലാവുന്ന എത്ര പോലീസ് സ്റ്റേഷനുകളുണ്ട്? ഒരാപരാധിയുമായി എത്തുന്നവരെ ഭീഷണിപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്യുന്നവരാണ് പല ഉദ്യോഗസ്ഥരും. ഇതുമാത്രമല്ല, കാക്കിക്ക് കളങ്കം വീഴ്ത്തുന്ന പോലീസുകാരെയും ഇക്കൂട്ടത്തിൽ കാണാം. കൈക്കൂലിക്കാരും മാമ്പഴക്കള്ളന്മാരും ഒളിക്യാമറ വിദഗ്ധരും തുടങ്ങി കൂട്ടിക്കൊടുപ്പുകാർ പോലും ഈ സേനയിലുണ്ടെന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. കോഴിക്കോട് മലാപ്പറമ്പിൽ സെക്സ് റാക്കറ്റ് കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാർ 2 പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. സർക്കാർ ശമ്പളം പോരാത്തതിന് മാംസ കച്ചവടം നടത്തി ആഡംബര ജീവിതം നയിച്ചവർ. സെക്സ് റാക്കറ്റ് കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ ഒളിവിൽ പോയ 2 പോലീസുകാരും അറസ്റ്റിലായിരിക്കുന്നു. പെണ്ണിന്റെ മാനത്തിന് വില പറയുന്ന ഈ പോലീസുകാരാണോ ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുന്നത്? ഇതോടൊപ്പം പത്തനംതിട്ടയിൽ 21-കാരി പ്രസവിച്ച നവജാത ശിശുവിന്റെ മരണത്തിലെ ദുരൂഹതയും, പാലക്കാട് കുടുംബ പ്രശ്നത്തെ തുടർന്നുള്ള ആക്രമണവും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കോഴിക്കോട് മലാപ്പറമ്പിൽ പോലീസിന്റെ തണലിൽ തഴച്ചു വളർന്ന സെക്സ് റാക്കറ്റ് കേന്ദ്രം. ദിവസം ലക്ഷങ്ങളുടെ ഇടപാടുകൾ. സ്ത്രീകളെയും ആവശ്യക്കാരെയും കൊണ്ടുവരുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ. മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ പ്രതികളായ പോലീസുകാർ അറസ്റ്റിലായതോടെ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. പോലീസ് ഡ്രൈവർമാരായിരുന്ന ഷൈജിത്ത്, സനിത്ത് എന്നിവരെ താമരശ്ശേരിയിൽ നിന്നാണ് പിടികൂടിയത്. നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്തിരുന്ന അനാശാസ്യ കേന്ദ്രം പിടിയിലായ പോലീസുകാരുടേതാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. സെക്സ് റാക്കറ്റ് കേസിൽ പ്രതിയായ ബിന്ദുവുമായുള്ള സൗഹൃദമാണ് സ്വന്തമായി അനാശാസ്യ കേന്ദ്രം തുടങ്ങാൻ പോലീസുകാരിൽ ആശയമുദിച്ചത്. പെൺവാണിഭ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരി വയനാട് സ്വദേശി ബിന്ദുവും അറസ്റ്റിലായ ഇടപാടുകാരും സനിത്തിനും ഷൈജിത്തിനും എതിരായി മൊഴി നൽകിയിരുന്നു. ബിന്ദുവിന്റെയും സുഹൃത്ത് ബാലുശ്ശേരി വട്ടോളി സ്വദേശി അമനീഷിന്റെയും അക്കൗണ്ടിൽ നിന്നും ഷൈജിത്തിന്റെ അക്കൗണ്ടിലേക്ക് പലതവണയായി ലക്ഷക്കണക്കിന് രൂപ വന്നതായി അന്വേഷണത്തിൽ വ്യക്തമായി. ഗൾഫിലുള്ള അനീഷിന്റെ അക്കൗണ്ട് നാട്ടിൽ കൈകാര്യം ചെയ്തിരുന്നതും ബിന്ദുവാണ്. ഇവരുടെ മൊബൈൽ ഫോൺ രേഖകളിലും പോലീസുകാരുമായുള്ള ബന്ധം വ്യക്തമാണ്. കേസിലെ 11-12 പ്രതികളാണ് പോലീസുകാർ. കേസെടുത്തതിന് പിന്നാലെ ഇരുവരും ഒളിവിൽ പോയി. സനിത്തിന്റെയും ഷൈജിത്തിന്റെയും വീടുകളിലെത്തി അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഇരുവരുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നൽകിയിരുന്നു. പിന്നീടാണ് താമരശ്ശേരി കോരങ്ങാട്ട് നിന്ന് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് പ്രാഥമികമായി ചോദ്യം ചെയ്തതിനു ശേഷം പ്രതികളെ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ജൂൺ 6-നാണ് മലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന പെൺവാണിഭ കേന്ദ്രം നടക്കാവ് പോലീസ് റെയ്ഡ് ചെയ്തത്. നടത്തിപ്പുകാരി ബിന്ദുവടക്കം 9 പേർ അറസ്റ്റിലായി. തുടരന്വേഷണത്തിലാണ് പോലീസുകാർക്കെതിരെ തെളിവ് ലഭിച്ചത്. ഷൈജിത്തും സനിത്തും 3 വർഷം മുമ്പ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്നു. സെക്സ് റാക്കറ്റ് കേസിൽ പിടിയിലായ ബിന്ദുവുമായുള്ള സൗഹൃദത്തിലൂടെ സ്വന്തമായ ഒരു സെക്സ് റാക്കറ്റ് തന്നെ പ്രതികൾ തുടങ്ങുകയായിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. അച്ഛനും അമ്മയും മക്കളുമൊക്കെ ഒന്നിച്ചിരുന്ന് സംസാരിച്ചിരുന്ന വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിരുന്ന ആ നല്ല നാളുകൾ ഇപ്പോൾ ഓർമ്മകൾ മാത്രമാണ്. ഒരു വീട്ടിൽ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പോലും മനസ്സിലാക്കാനോ ചോദിച്ചറിയാനോ ആളില്ലാത്ത അവസ്ഥ. പത്തനംതിട്ട മെഴുവേലിയിൽ അവിവാഹിതയായ 21-കാരി
അമിത രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിലെത്തിയപ്പോഴാണ് യുവതി പ്രസവിച്ച കാര്യം ആശുപത്രി അധികൃതർ മനസ്സിലാക്കിയത്. തുടർന്ന് വീട്ടുകാരെയും പോലീസിനെയും വിവരമറിയിച്ചു. യുവതി പ്രസവിച്ച നവജാത ശിശുവിനെ തേടിയുള്ള അന്വേഷണമെത്തിയത് വീടിന് സമീപത്തുള്ള ആളൊഴിഞ്ഞ പുരയിടത്തിലാണ്. കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത ഉണ്ടോയെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. അമിത രക്തസ്രാവത്തെ തുടർന്ന് മെഴുവേലി സ്വദേശിയും അവിവാഹിതയുമായ 21-കാരി ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയത്. വൈദ്യപരിശോധനയിൽ യുവതി പ്രസവിച്ചതായി കണ്ടെത്തി. ഇതോടെ ആശുപത്രി അധികൃതർ ഇലവുംതിട്ട പോലീസിനെ വിവരമറിയിച്ചു. ആശുപത്രിയിലെത്തിയ പോലീസ് യുവതിയെ ചോദ്യം ചെയ്തതോടെയാണ് വീട്ടിലെ പ്രസവത്തിന് ശേഷം കുഞ്ഞിന്റെ മൃതദേഹം സമീപത്തെ ആളൊഴിഞ്ഞ പുരയിടത്തിൽ ഉപേക്ഷിച്ചതായി സമ്മതിച്ചത്. ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു നമ്മൾ ചെയ്യുന്ന പോലെ. ഞാൻ പറഞ്ഞ ആശുപത്രിയിൽ പോയി. ആശുപത്രി ചെന്നപ്പോൾ വിവരം അറിയും. അല്ല വേറെ ഒരു കാര്യമില്ല. ഇല്ല അതൊന്നും അവിടെ യാതൊരു കാര്യമില്ല. ആരും ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ നിലത്തും കാര്യം വെക്കാതെ കൊണ്ടുവരും. എന്താ സംഭവിക്കുന്നത് അങ്ങനെ പോയായിരിക്കും. അല്ല ഞങ്ങൾ ആരും ഒന്നും ചെയ്ത് മരുന്നും മന്ത്രം ഒന്നും കൊടുത്തു. അത് നമുക്കറിയാം. പിള്ളേർ പോകുന്ന അല്ലയോ പോകുന്നിട്ട് നേരം വന്ന് വീട്ടിൽ നിന്ന് വിടുന്നു വരുന്നത് അവർക്ക് ഇട്ടോളം വരുന്നു. ഇഷ്ടമുള്ളപ്പോഴല്ലേ 2 മണിയുടെ വണ്ടിക്കും 3 മണിയുടെ വണ്ടിക്കും വരും. എന്തോ ഇന്നല്ലേ അറിയത്. അപ്പോൾ അതുകൊണ്ടാണ് മനസ്സിലാവാഞ്ഞത്. അപ്പോൾ ഓടി വന്നപ്പോഴത്തേനും ഇവിടുത്തെയാണെന്ന് അറിഞ്ഞു. പക്ഷേ അവർ പറയുന്നത് നേരം പ്രസവിച്ചില്ല എന്നുള്ളതാണ്. അമ്മയും എല്ലാവരും പറഞ്ഞു പ്രസവിച്ചിട്ടില്ല, ബ്ലീഡിങ് ആയി കൊണ്ടുപോയതാണെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവർക്ക് അവിടെ ഡോക്ടറെ അടുത്ത് കൊണ്ട് ചെന്നപ്പോൾ എന്തായാലും മനസ്സിലാവുമല്ലോ, പ്രസവിച്ച കുട്ടിയെ കാണുമ്പം ഡോക്ടർക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഡോക്ടർ ചോദിച്ച പ്രകാരം ആ കുട്ടി പറഞ്ഞതാണ് ഇവിടെ ബക്കറ്റിലിട്ട് വെച്ചെന്നാണ് പറഞ്ഞത്. പക്ഷേ ബക്കറ്റിലല്ല, വെളിയിലാണ് കിടന്നത്. ഞങ്ങൾ കുട്ടിയെ കണ്ടില്ല. ഞങ്ങൾ LHIയാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. സിസ്റ്റർ മാത്രമേ കുഞ്ഞിനെ കണ്ടുള്ളൂ. പെൺകുട്ടിയാണെന്ന് അവരിപ്പോൾ ഉഷ ഹോസ്പിറ്റൽ ചെങ്ങന്നൂര് ഉഷ ഹോസ്പിറ്റലാണ്. വാഴയില കൊണ്ട് മറച്ച നിലയിലായിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. യുവതി ഗർഭിണിയായ വിവരം വീട്ടുകാരും അറിഞ്ഞിരുന്നില്ല. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണോ എന്ന് വ്യക്തമായിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. സ്വന്തം ജീവിത സുഖത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന അമ്മമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നൊന്തു പ്രസവിച്ച മക്കളെ ഉപേക്ഷിക്കാൻ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് മനസ്സ് തോന്നുന്നത്? മലപ്പുറം തിരൂരിൽ 2ാം ഭർത്താവിനൊപ്പം ജീവിക്കാൻ 9 മാസം പ്രായമുള്ള കുഞ്ഞിനെ വിറ്റ ഒരു യുവതിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സേലം സ്വദേശികളായ കീർത്തന ശിവ ദമ്പതികൾ 1.5 ലക്ഷം രൂപയ്ക്കാണ് കുഞ്ഞിനെ വിറ്റതെന്ന് പോലീസ് പറഞ്ഞു. കേസിൽ 2 പേരെയും തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കുഞ്ഞിനെ കാണാത്തതിനെ തുടർന്ന് അയൽവാസികൾ നടത്തിയ അന്വേഷണമാണ് സംഭവത്തിന്റെ ചുരുളഴിച്ചത്. തിരൂരിൽ അമ്മയും 2 ചേർന്ന് 1 വയസ്സുള്ള പെൺകുഞ്ഞിനെ 1.5 ലക്ഷം രൂപയ്ക്കാണ് വിറ്റത്. വിവരമറിഞ്ഞെത്തിയ പോലീസ് കുഞ്ഞിനെ രക്ഷിച്ചു. സേലം കള്ളക്കുറിശി സ്വദേശിയായ കീർത്തനയുടെ ആദ്യ ഭർത്താവിലുണ്ടായ കുഞ്ഞിനെയാണ് കോഴിക്കോട് സ്വദേശിയായ യുവതിക്ക് വിറ്റത്. തിരൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുകയാണ് കീർത്തനയും ഭർത്താവ് ശിവയും. കീർത്തന താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിലെ അയൽവാസികളാണ് തിരൂർ പോലീസിൽ വിവരം അറിയിച്ചത്. തുടർന്ന് കീർത്തനയെയും ശിവയെയും പോലീസ് ചോദ്യം ചെയ്തു. ഇതോടെയാണ് കുട്ടിയെയും പണം കൊടുത്തു വാങ്ങിയ കോഴിക്കോട് സ്വദേശിയെയും കണ്ടെത്തിയത്. പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ.
തിരുവനന്തപുരം വെള്ളറടയിൽ കൊല്ലപ്പെട്ട പ്രിയംവദ എന്ന വീട്ടമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാലയും മൊബൈൽ ഫോണും എവിടെ? കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? വീട്ടമ്മയെ കൊന്നുകുഴിച്ചു മൂടിയ സംഭവത്തിൽ പ്രതി വിനോദിനെ വിശദമായി ചോദ്യം ചെയ്താലേ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരും. അതിനായി പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുകയാണ് പോലീസ്. കൂടുതൽ അന്വേഷണത്തിനു വേണ്ടി 7 ദിവസത്തേക്ക് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് നെയ്യാറ്റിൻകര കോടതിയിലാണ് പോലീസ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നാടിനെ ഞെട്ടിച്ച് അരും കൊലയുടെ വിവരങ്ങൾ പുറത്തറിയുന്നത്. പ്രിയംവദ എന്ന 48-കാരിയെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ അയൽവാസി വിനോദിനെയും ഇയാളുടെ സഹോദരൻ സന്തോഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. റിമാൻഡിലായ പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് വേണ്ടിയാണ് വെള്ളറട പോലീസ് നെയ്യാറ്റിൻകര കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത്. കഴിഞ്ഞ 12-ാം തീയതി മുതൽ പ്രിയംവദയെ കാണാനില്ലായിരുന്നു. തുടർന്ന് മക്കൾ വെള്ളറട പോലീസിൽ നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കുമ്പോഴാണ് വിനോദിന്റെ കുറ്റസമ്മതവും പിന്നാലെ വീടിന്റെ പുറകിലെ കുഴിയിൽ നിന്നും മൃതദേഹം കണ്ടെടുക്കുന്നതും. തെളിവ് നശിപ്പിക്കുന്നതിന് കൂട്ടുനിന്നതിനാണ് സഹോദരൻ സന്തോഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രിയംവദയുടെ കഴുത്തിലുണ്ടായിരുന്ന 3.5 പവൻ തൂക്കം വരുന്ന മാലയും മൊബൈൽ ഫോണും കണ്ടെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. കൊലപ്പെടുത്തിയ ശേഷം പ്രിയംവദയുടെ മൊബൈൽ ഫോൺ പാറശാല കളിയിക്കാവിള ബസ് യാത്രക്കിടയിൽ വലിച്ചെറിയുകയായിരുന്നു എന്നാണ് വിനോദ് നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ പോലീസ് ഇത് മുഖവിലക്കെടുത്തിട്ടില്ല. 7 ദിവസത്തേക്കാണ് പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകൂ എന്ന് വെള്ളറട CI വി പ്രസാദ് പറഞ്ഞു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ട്രെയിനുകളിൽ യാത്ര ചെയ്യുമ്പോൾ കവർച്ചാ സംഘങ്ങൾ പല വേഷങ്ങളിൽ നമ്മുടെ മുന്നിലെത്താം. പാലക്കാട് ട്രെയിൻ യാത്രക്കാരിൽ നിന്നും 25 ലക്ഷം രൂപ തട്ടിയെടുത്തത് പോലീസ് ചമഞ്ഞെത്തിയ സംഘമാണ്. പട്ടാമ്പി സ്വദേശികളായ വ്യാപാരികളെ ഭീഷണിപ്പെടുത്തി വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി പണം കവർന്ന കേസിൽ പ്രതികൾ അറസ്റ്റിലായി. 9 അംഗ സംഘത്തിലെ 4 പേരെയാണ് വാളയാർ പോലീസ് പിടികൂടിയത്. സംഘത്തിലെ പ്രധാനികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. വൈകിട്ടായിരുന്നു സംഭവം. കോയമ്പത്തൂർ പോതന്നൂരിൽ നിന്നാണ് പട്ടാമ്പി സ്വദേശികളായ വ്യാപാരികൾ കണ്ണൂർ പാസഞ്ചർ ട്രെയിനിൽ കയറിയത്. വ്യാപാര ആവശ്യങ്ങൾക്കായി സ്വർണം വിറ്റ് മടങ്ങും വഴി ട്രെയിൻ വാളയാർ എത്തിയപ്പോഴാണ് കാക്കി പാൻസ് ധരിച്ച 5 അംഗ സംഘം ഇരുവർക്കും അരികിലെത്തിയത്. ഇവർ പോലീസാണെന്ന് പറഞ്ഞ് ബാഗ് പരിശോധിച്ചു. പണമുണ്ടെന്ന് ഉറപ്പുവരുത്തി. കഞ്ചിക്കോടെത്തിയപ്പോൾ ഇരുവരെയും ട്രെയിനിൽ നിന്നും പിടിച്ചിറക്കി. സ്റ്റേഷന് പുറത്ത് കാത്തുനിന്ന 4 അംഗ സംഘത്തോടൊപ്പം ഇന്നോവ കാറിൽ കയറ്റിക്കൊണ്ടുപോയി. പിന്നാലെ പണമടങ്ങിയ ബാഗ് എടുത്ത ശേഷം ദേശീയപാതയിൽ ഇറക്കി വിടുകയായിരുന്നു. ഇരുവരും വാളയാർ പോലീസിൽ വിവരമറിയിച്ചതോടെ വാഹന നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുകയും അർദ്ധരാത്രിയോടെ 4 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. So today we are doing an investigation of this robbery case. Yesterday around in between 2:45 to 3:15 one robbery incident happened in the railway at Kanjikode railway station. So in that there are almost 9 persons involved into this robbery case. So far we have arrested 4 persons, and today we have this recovered this one Innova vehicle which is used to abduct the businessman. Almost 25 lakh amount has been lost, and we, our party crime detection team is looking for that other accused also. 5 accused are still pending, 4 are arrested. ദേശീയപാതയിലെ നിരവധി കവർച്ചാ കേസുകളിൽ പ്രതികളായ ഇരട്ടക്കുളം സ്വദേശി അജേഷ്, സതീഷ്, രഞ്ജിത്ത് പുതുനഗരം, രാജീവ് കൊടുമ്പ് എന്നിവരാണ് പിടിയിലായത്. പോതന്നൂരിലെ സ്വർണ്ണ വ്യാപാര കേന്ദ്രം മുതൽ പിന്തുടർന്നെത്തിയ ശേഷമായിരുന്നു കവർച്ച. ന്യൂസ് 18 പാലക്കാട്. ബസ് യാത്രക്കാരായ സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾക്കൊപ്പം നാടോടി സ്ത്രീകൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മേലൊരു കണ്ണുള്ളത് നല്ലതാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്ന് മോഷണം ലക്ഷ്യമിട്ട് കുടുംബസമേതം
ചില സംഘങ്ങൾ എത്തിയിട്ടുണ്ട്. കൊല്ലത്ത് ബസ്സിൽ വെച്ച് മോഷണം നടത്താനുള്ള ശ്രമത്തിനിടെ 2 സ്ത്രീകൾ പിടിയിലായി. കൊല്ലം നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലജ സുരേഷിൻ്റെ ബാഗിൽ നിന്ന് പണം മോഷ്ടിച്ചതാണ് പ്രതികൾക്ക് കുരുക്കായത്. തൻ്റെ പണം മോഷ്ടിച്ച സ്ത്രീകളെ ജലജ പിന്തുടർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. KSRTC ബസ്സിൽ യാത്ര ചെയ്യവെയാണ് സംഭവം. നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പോസ്റ്റ് ഓഫീസ് RD ഏജന്റ് കൂടിയായ ജലജ സുരേഷ് കുണ്ടറ പോസ്റ്റ് ഓഫീസിൽ പോയി മടങ്ങുകയായിരുന്നു. പള്ളിമുക്കിൽ നിന്ന് പത്തനാപുരത്തേക്കുള്ള KSRTC ബസ്സിൽ മണികണ്ഠൻ ആൽത്തറയിൽ ഇറങ്ങി. ബാഗ് നോക്കിയപ്പോഴാണ് ജലജ പണം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. ഒപ്പമിറങ്ങാനെന്ന വ്യാജേന ബസ്സിൽ തിടുക്കം കൂട്ടുകയും ഒടുവിൽ ഇറങ്ങാതിരിക്കുകയും ചെയ്ത 2 സ്ത്രീകളെ സംശയം തോന്നി ജലജ പിന്തുടരുകയായിരുന്നു. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ച 2 സ്ത്രീകളെയും ഓട്ടോറിക്ഷയിൽ പിന്തുടർന്നെത്തിയ ജലജ കൈയോടെ പിടികൂടി. ബസ് ഇറങ്ങുന്ന സമയത്ത് ബാഗ് താഴോട്ട് എടുക്കുമ്പോൾ ബാഗിൻ്റെ സിബ് തുറന്ന് കിടക്കുന്നേ കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് പൈസ, റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരുന്ന പൈസ മോഷണം പോയതായിട്ട് കണ്ട് അപ്പോൾ തന്നെ ഒരു ഓട്ടോയിൽ, അവിടെ കച്ചേരിമുക്കിലുള്ളൊരു ഓട്ടോയിൽ കയറിയിട്ട് ആ ബസ്സിന് പുറകെ പോയി. നല്ല ട്രാഫിക് ആയിരുന്നെങ്കിലും ആ ഓട്ടോ ഡ്രൈവർ കാര്യമായിട്ട് ഓടിച്ച് എന്തായാലും അവിടെ ചെന്ന് ട്രാഫിക് പോലീസിനോട് ഞാൻ വിവരം പറഞ്ഞ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് പൊയ്ക്കോളൂ, കുറേ പോലീസ് വന്നോളൂ എന്ന് പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ ഇവർ ബസ്സിനകത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോയിൽ കയറി പോകാനായിട്ട്. അപ്പോൾ എനിക്കിവരെ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോഴത്തേക്കും ഞാൻ ഓട്ടോയിൽ നിന്ന് പിടിച്ച് വെളിയിലേക്ക് ഇറക്കി ചോദിക്കുമ്പോൾ ഇവർ പൈസ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഇവരുടെ ഈ സാരിയുടെ ഇടയ്ക്കുന്ന പൈസ താഴെ വീണു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച സ്ത്രീകളുടെ ശരീരത്തിൽ ഒളിപ്പിച്ചിരുന്ന നോട്ടുകെട്ടുകൾ താഴെ വീണു. രക്ഷപ്പെടാൻ ശ്രമിച്ച മോഷ്ടാക്കളെ കൊട്ടാരക്കര പോലീസ് എത്തി പിടികൂടി. ഇത്തരത്തിലുള്ള സ്ത്രീകളെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇവർ വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെയാണ് വാഹനങ്ങളിലും നമ്മുടെ ബസ്സുകളിലൊക്കെ കയറാറുള്ളത്. ഇന്ന് ഇപ്പോൾ കൊട്ടാരക്കര ചന്തമുക്കിൽ വെച്ചാണ് ഈ ഇൻസിഡന്റ് ഉണ്ടായിരിക്കുന്നത്. പരാതിക്കാരി തന്നെ സ്ത്രീയുടെ പുറകെ സംശയം തോന്നി അവരെ പിന്തുടരുകയും കൈയോടെ പിടിക്കുകയും ചെയ്യുകയായിരുന്നു ഉണ്ടായത്. എത്ര പണം നഷ്ടപ്പെട്ടത്? അവരുടെ 53,000 രൂപ അതിനകത്തുണ്ടായിരുന്നു. 10,000 രൂപയാണ് സ്ത്രീകൾക്ക്. തമിഴ്നാട് ഗോപിച്ചട്ടി സ്വദേശികളായ സെൽവി, മകൾ അധിനി എന്നിവരാണ് പിടിയിലായത്. ഇരുവരും പല പേരുകളിൽ വിവിധയിടങ്ങളിൽ കറങ്ങി നടന്ന് മോഷണം നടത്തുന്നവരാണെന്ന് പോലീസ് പറയുന്നു. കൊട്ടാരക്കര. വിമാനത്തിലും വിമാനത്താവളങ്ങളിലും ബോംബ് വെച്ചിട്ടുണ്ടെന്ന വ്യാജ സന്ദേശങ്ങൾ ഇടയ്ക്കിടെ കേൾക്കാറുള്ളതാണ്. ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നവർക്ക് അതൊരു തമാശയോ കൗതുകമോ ആകാം. എന്നാൽ എത്രയോ മനുഷ്യരെയാണ് വ്യാജ സന്ദേശങ്ങൾ ആശങ്കയിലാക്കുന്നത്. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനം അടിയന്തരമായി നാഗ്പൂർ വിമാനത്താവളത്തിലിറക്കിയത് വ്യാജ ഭീഷണിയെ തുടർന്നാണ്. 157 യാത്രക്കാരും 6 ജീവനക്കാരുമുള്ള വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നായിരുന്നു ഭീഷണി സന്ദേശം. പിന്നീട് നടത്തിയ പരിശോധനയിൽ വ്യാജ സന്ദേശമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. രാവിലെ 9:20 കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട ഇൻഡിഗോ 6E2706 വിമാനമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. വിമാനത്തിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശത്തെ തുടർന്ന് സുരക്ഷാ നടപടികളുടെ ഭാഗമായി വിമാനം അടുത്തുള്ള വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കുകയായിരുന്നു. ലാൻഡിംഗിന് പിന്നാലെ എത്തിയ ബോംബ് സ്ക്വാഡ് വിമാനത്തിൽ പരിശോധന നടത്തി. വിമാനത്താവളത്തിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഭീഷണി സന്ദേശത്തെക്കുറിച്ച് പോലീസും അന്വേഷണം ആരംഭിച്ചു. എന്നാൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. വിമാനത്തിൽ നിന്നും ലാപ്ടോപ്പ് അടങ്ങിയ അജ്ഞാത ബാഗ് കണ്ടെത്തിയെന്നാണ് യാത്രക്കാരിൽ ചിലർ പറയുന്നത്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് വിമാനം യാത്ര തുടർന്നത്. ഉച്ചയ്ക്ക് 12:27 ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യേണ്ട വിമാനം യാത്രക്കിടെ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ ഇറക്കിയെന്നാണ് യാത്രക്കാർക്ക് നൽകിയ വിശദീകരണം. യാത്രക്കിടെ വിമാനത്തിന്റെ സുരക്ഷാ പ്രവർത്തനത്തിൽ തടസ്സമുണ്ടായെന്ന് സൂചിപ്പിക്കുന്ന സന്ദേശം നൽകിയെന്നും വിമാനം നാഗ്പൂരിൽ ഇറക്കിയെന്നുമാണ് യാത്രക്കാർ പറയുന്നത്. 157 യാത്രക്കാരും 6 ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇവരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചതായി സിയാൽ അറിയിച്ചു. പരിശോധന നടത്തിയെന്നും വിമാനത്തിനുള്ളിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ലെന്നും അധികൃതർ വ്യക്തമാക്കി.
ന്യൂസ് 18 കൊച്ചി, മുംബൈ. ക്രിമിനൽ സംഘങ്ങൾ നാട്ടിൽ വിലസുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് തന്നെ വെല്ലുവിളിയാണ്. മദ്യവും ലഹരിയും ഉപയോഗിച്ച് ചിലർ അവരെ കയ്യേറ്റം ചെയ്യാനും ആക്രമിക്കാനും മടിക്കില്ല. അടുത്തിടെ തമിഴ്നാട്ടിലെ ജയിലിൽ നിന്നിറങ്ങിയ യുവാവ് 80-കാരിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിലേക്കാണ്. തമിഴ്നാട്ടിലെ കടലൂരിൽ സായാഹ്ന നടത്തത്തിനിറങ്ങിയ വയോധികയാണ് പീഡനത്തിനിരയായത്. കേസിൽ സുന്ദരവേലു എന്ന 23-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മോഷണക്കേസിൽ അറസ്റ്റിലായ പ്രതി ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ജയിൽ മോചിതനായത്. കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കടലൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് 80-കാരി അതിക്രമത്തിന് ഇരയായത്. വൈകിട്ട് നടക്കാനിറങ്ങിയ വയോധികയെയാണ് പ്രതി സുന്ദരവേലു പീഡിപ്പിച്ചത്. മദ്യലഹരിയിലായിരുന്നു അതിക്രമം. വൃദ്ധയുടെ ആഭരണങ്ങളും പ്രതി കവർന്നു. അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പോലീസിന് നേരെയും പ്രതി ആക്രമണം നടത്തി. കത്തിയുമായി നിന്ന സുന്ദരവേലുവിനെ കാലിൽ വെടിവെച്ചാണ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു. സുന്ദരവേലു ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമണത്തിൽ 2 പോലീസുകാർക്കും പരിക്കുണ്ട്. മോഷണക്കേസിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന ഇയാൾ ദിവസങ്ങൾക്ക് മുൻപാണ് പുറത്തിറങ്ങിയത്. പരുക്കേറ്റ അതിജീവിത അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇവർക്ക് കൗൺസിലിംഗ് നൽകി വരുന്നു. സ്ത്രീ സുരക്ഷയ്ക്ക് വെല്ലുവിളിയായ സംഭവം തമിഴ്നാട്ടിൽ രാഷ്ട്രീയ വാക്പോരിന് വഴിതെളിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ചെന്നൈ. ലഹരി കേസുകളിൽ പെടുന്നവരിൽ പലരും ഒത്തുകൂടുന്ന സ്ഥലമാണ് ജയിലുകൾ. അവിടെ വെച്ചുള്ള സൗഹൃദം പിന്നീട് വലിയ ലഹരി മാഫിയകളായി വളരുന്നു. കൊച്ചി മട്ടാഞ്ചേരി സ്വദേശി മുനീർ തമിഴ്നാട് സ്വദേശി ജാബത്തിനെ പരിചയപ്പെടുന്നത് ഖത്തറിലെ ജയിലിൽ വെച്ചായിരുന്നു. അവിടെ ലഹരി കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ തുടങ്ങിയ ബന്ധം പിന്നീട് പുറത്തിറങ്ങിയപ്പോഴും തുടർന്നു. കഴിഞ്ഞ ദിവസം 2 പേരും കൊച്ചി മട്ടാഞ്ചേരിയിൽ MDMAയുമായി പിടിയിലായപ്പോഴാണ് ഈ അപൂർവ സൗഹൃദ കഥ പോലീസ് അറിയുന്നത്. ഇവരിൽ നിന്ന് 52 ഗ്രാം MDMA പിടിച്ചെടുത്തു. കൊച്ചി നഗരത്തിൽ ലഹരിമരുന്ന് വിൽപ്പനയും ഉപയോഗവും വർദ്ധിച്ചു വരുന്നതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായ പരിശോധനയിലാണ് 2-അംഗ സംഘം പിടിയിലായത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയുടെ നിർദ്ദേശാനുസരണം മട്ടാഞ്ചേരി പോലീസ് നടത്തിയ രഹസ്യാന്വേഷണത്തിൽ മുനീർ ലഹരിമരുന്ന് വിൽപ്പന നടത്തുന്നതായി വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇയാൾ താമസിക്കുന്ന മട്ടാഞ്ചേരി കൊച്ചിൻ കോളേജ് ഭാഗത്തുള്ള വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിലാണ് MDMA കണ്ടെടുത്തത്. മുനീറിനെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് ഇയാൾക്ക് MDMA വിൽപ്പനയ്ക്കായി നൽകിയത് തമിഴ്നാട് സ്വദേശിയായ ജാബത്ത് ആണെന്ന് വിവരം ലഭിച്ചു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ജാബത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഖത്തറിലെ ജയിലിൽ വെച്ചാണ് മുനീറും ജാബത്തും തമ്മിൽ പരിചയപ്പെട്ടത്. മുനീർ ഖത്തറിൽ ജോലി നോക്കി വരവെ ലഹരിമരുന്ന് കൈവശം വെച്ചതിന് 5 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ജാബത്ത് ലഹരിമരുന്ന് കേസും ചീറ്റിംഗ് കേസുമായി 7 വർഷത്തോളം ഖത്തർ ജയിലിൽ ഉണ്ടായിരുന്നു. എളമക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു ലഹരിമരുന്ന് കേസിൽ പ്രതിയാണ് മുനീർ. മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ ഉമേഷ് ഗോയലിന്റെ നിർദ്ദേശാനുസരണം മട്ടാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ ഷിബിൻ, SI-മാരായ ജിമ്മി ജോസ്, മിഥുൻ അശോക് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ലഹരിമരുന്നിന്റെ ഉറവിടം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിലെ ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസ് ദേശീയ ഏജൻസികളുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. വിജിലൻസിന് പുറമെ EDയും സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിയിരുന്നു.
ഒടുവിൽ കൈക്കൂലി കേസിൽ പ്രതിയായ ED ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയിരിക്കുന്നു. കൊച്ചി യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ശേഖർ കുമാറിനെ മേഘാലയയിലെ ഷില്ലോങ് യൂണിറ്റിലേക്കാണ് മാറ്റിയത്. EDയുടെ ആഭ്യന്തര അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് നടപടി. അതിനിടെ കൈക്കൂലി കേസിൽ ശേഖർ കുമാറിൻ്റെ അറസ്റ്റ് തടഞ്ഞ നടപടി ഹൈക്കോടതി 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടി. കേസ് ഒതുക്കി തീർക്കാൻ ED ഏജന്റുമാർ എന്ന പേരിൽ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന വിജിലൻസ് കേസിന് പിന്നാലെയാണ് 1-ാം പ്രതിയായ EDയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ സ്ഥലം മാറ്റിയത്. വിജിലൻസ് കേസ് നിലവിൽ വന്നതിനു പിന്നാലെ EDയും ആഭ്യന്തര അന്വേഷണം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി EDയുടെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പരാതിക്കാരനായ അനീഷ് ബാബുവിനെ ഡൽഹി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയും ശേഖർ കുമാറിനോട് വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥനായ ശേഖർ കുമാറിനെ ഷില്ലോങ് യൂണിറ്റിലേക്ക് സ്ഥലം മാറ്റിയത്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് ED ഡയറക്ടറേറ്റ് ഉത്തരവിറക്കിയത്. അതിനിടെ വിജിലൻസ് കേസിൽ ശേഖർ കുമാറിന്റെ അറസ്റ്റ് തടഞ്ഞ നടപടി ഹൈക്കോടതി 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടി. വിജിലൻസ് നടത്തുന്ന അന്വേഷണവുമായി സഹകരിക്കണമെന്നും ED ഉദ്യോഗസ്ഥന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ 2 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും. കൈക്കൂലി കേസിലെ പരാതിക്കാരൻ അനീഷ് ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി. അനീഷ് ബാബുവിനെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് EDയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചു. കേസിലെ വിവരശേഖരണത്തിന് മാത്രമായാണ് അനീഷ് ബാബുവിനെ വിളിപ്പിച്ചതെന്നും കോടതിയിൽ ED വിശദീകരിച്ചു. ശേഖർ കുമാർ പ്രതിയായ കൈക്കൂലി കേസിലാണ് പരാതിക്കാരൻ അനീഷ് ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കിയത്. പരാതിയെക്കുറിച്ച് ED അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിലായിരുന്നു അനീഷ് ബാബു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ED രജിസ്റ്റർ ചെയ്ത കള്ളപ്പണ ഇടപാട് കേസിൽ പലതവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും അന്വേഷണം മുന്നോട്ടു പോവുകയും ചെയ്യുന്ന ഘട്ടത്തിൽ കേസ് ഒതുക്കി തീർക്കാൻ ED ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെ കൈക്കൂലിക്കായി സമീപിച്ചുവെന്നായിരുന്നു അനീഷ് ബാബു ഉന്നയിച്ച ആരോപണം. ന്യൂസ് 18 കൊച്ചി. കേരള തീരത്ത് കപ്പലപകടം തുടർക്കഥയായതോടെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേരുടെ ജീവനോപാധിയാണ് പ്രതിസന്ധിയിലായത്. ഏതാനും ആഴ്ചകൾക്കിടെ ഉണ്ടായ 2 അപകടങ്ങൾ കടലിലെ മത്സ്യസമ്പത്തിനെ പോലും പ്രതികൂലമായി ബാധിച്ചു. കഴിഞ്ഞ ദിവസം അഴീക്കൽ തീരത്ത് ചൈനീസ് കപ്പൽ വാൻഖായി തീപിടിച്ചുണ്ടായ അപകടത്തിൽ ഒടുവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. കപ്പലുടമ, ഷിപ്പ് മാസ്റ്റർ, ജീവനക്കാർ എന്നിവരെ പ്രതിയാക്കി ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ് കേസെടുത്തത്. അമിത വേഗതയിൽ കപ്പലോടിച്ചതിന് പുറമെ സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ചരക്ക് അപകടകരമാം വിധം കൈകാര്യം ചെയ്തു തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ചൈനീസ് ചരക്ക് കപ്പലായ വാൻഹായ് പുറംകടലിൽ വെച്ച് തീപിടിച്ച സംഭവത്തിലാണ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസെടുത്തത്. കപ്പലിന്റെ ഉടമ, ക്യാപ്റ്റൻ, കപ്പലിലെ ജീവനക്കാർ എന്നിവരാണ് കേസിലെ പ്രതികൾ. കടലിൽ അമിത വേഗത്തിൽ സഞ്ചരിച്ചതിന് BNS 282 വകുപ്പ് ചുമത്തി. വിഷപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്തതിലെ അശ്രദ്ധയുടെ പേരിൽ BNS സെക്ഷൻ 286, കത്തുന്ന വസ്തുക്കൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിൽ BNS സെക്ഷൻ 287, സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് മനുഷ്യജീവന് അപകടമുണ്ടാക്കിയതിൽ BNS 288 വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കപ്പലിനെ ഉൾക്കടലിൽ കേരള തീരത്ത് നിന്ന് സുരക്ഷിത അകലത്തിലേക്ക് വലിച്ചെത്തിച്ചതായി കോസ്റ്റ് ഗാർഡും നാവികസേനയും അറിയിച്ചു. നിലവിൽ 57 നോട്ടിക്കൽ മൈൽ അകലെയുള്ള കപ്പലിൽ നിന്ന് ഇടയ്ക്ക് പുക ഉയരുന്നുണ്ട്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കപ്പലിൽ തീപിടിച്ച സമയത്ത് കാണാതായ 4 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. തിങ്കളാഴ്ച കപ്പലിൽ നിന്നുള്ള ടാങ്കർ ആലപ്പുഴ വളഞ്ഞ വഴി തീരത്തടിഞ്ഞിരുന്നു. പുലർച്ചെ നാട്ടുകാരാണ് ഇക്കാര്യം അധികൃതരെ അറിയിച്ചത്. ടാങ്കറിൽ ഗ്യാസോ മറ്റ് രാസവസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നതായിരുന്നു ആശങ്ക. തീരത്തോട് ചേർന്ന് കടൽ ഭിത്തിക്കിടയിലാണ് ടാങ്കർ കുടുങ്ങിയത്. ജൂൺ 9-നാണ് കോഴിക്കോട് ബേപ്പൂർ തുറമുഖത്തിന് 78 നോട്ടിക്കൽ മൈൽ അകലെ ചരക്ക് കപ്പലിന് തീപിടിച്ചത്. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്.
ന്യൂസ് 18 കൊച്ചി. സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നവർ ഇനി സൂക്ഷിക്കണം. സർക്കാർ ഉദ്യോഗസ്ഥരോ ജീവനക്കാരോ ആണെങ്കിൽ നിങ്ങൾക്കെതിരെ നിയമ നടപടി മാത്രമല്ല, ജോലി പോലും നഷ്ടപ്പെടാൻ അത് കാരണമായേക്കാം. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയെ അപമാനിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ കടുത്ത നടപടിക്ക് മന്ത്രി കെ രാജൻ്റെ നിർദ്ദേശം. കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് പവിത്രനെതിരെ നടപടി സ്വീകരിക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്കാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. ഹോസ്ദുർഗ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നിലവിൽ റിമാൻഡിലാണ് പവിത്രൻ. അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിൽ മരണപ്പെട്ട രഞ്ജിത ജി നായരെ അപമാനിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട വെള്ളരിക്കുണ്ട് ജൂനിയർ സൂപ്രണ്ട് എ പവിത്രനെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ ആരംഭിക്കുവാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി റവന്യൂ മന്ത്രി കെ രാജൻ. വിമാനാപകടത്തിൽ അനുശോചിച്ച് മറ്റൊരാളിട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് ഇയാൾ രഞ്ജിതയെ അപമാനിക്കുന്ന വിധത്തിൽ കമന്റുകൾ രേഖപ്പെടുത്തിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടൻ തന്നെ റവന്യൂ മന്ത്രി കെ രാജൻ പവിത്രനെ സസ്പെൻഡ് ചെയ്യുവാൻ ഉത്തരവിടുകയായിരുന്നു. അന്വേഷണ വിധേയമായാണ് സസ്പെൻഡ് ചെയ്തിരുന്നത്. തുടർന്നാണ് ഇപ്പോൾ പവിത്രനെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ ആരംഭിക്കുന്നതിനുള്ള സർവീസ് റൂൾ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുവാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത്. നടപടിയുടെ ഭാഗമായി പവിത്രൻ മെമ്മോ നൽകും. മെമ്മോയ്ക്ക് മറുപടി ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. ഡെപ്യൂട്ടി തഹസിൽദാറെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനടക്കം ശുപാർശ ഉണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നിരന്തരം അച്ചടക്കം ലംഘിക്കുകയും ആളുകളെ ജാതീയമായി അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് പവിത്രന്റെ പതിവാണെന്നാണ് കലക്ടറുടെ റിപ്പോർട്ട്. കാഞ്ഞങ്ങാട് MLA-യും മുൻ മന്ത്രിയുമായ ഇ ചന്ദ്രശേഖരനെതിരെ സമൂഹ മാധ്യമത്തിൽ അപകീർത്തികരമായ പോസ്റ്റിട്ടതിന് നടപടി ഏറ്റുവാങ്ങിയ ആളാണ് പവിത്രൻ. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് 1 മാസം മുൻപാണ് പവിത്രൻ ജോലിയിൽ തിരികെ കയറിയത്. പിന്നാലെയാണ് രഞ്ജിതയ്ക്കെതിരെ അശ്ലീല ചൊവ്വയോടുള്ള കമന്റ് പങ്കുവച്ചത്. നിലവിൽ ഹോസ്ദുർഗ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പവിത്രൻ. ന്യൂസ് 18 കാസർഗോഡ്. പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച് പണം കൊടുക്കാതെ മുങ്ങുന്ന ചില ബിരുദന്മാരുണ്ട്. സമാനമായൊരു കേസാണ് കൊല്ലം പുനലൂരിലുണ്ടായത്. പുനലൂരിൽ ആഡംബര വാഹനത്തിലെത്തിയ സംഘമാണ് പെട്രോൾ പമ്പിൽ നിന്നും ഇന്ധനം നിറച്ച് കടന്നു കളഞ്ഞത്. കേസിൽ തമിഴ്നാട് തിരുനെൽവേലി സ്വദേശികളായ ചുടലേ കണ്ണൻ, ബന്ധു കണ്ണൻ എന്നിവരെ പോലീസ് പിടികൂടി. തമിഴ്നാട്ടിലെ വ്യാപാരികളാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇവരുടെ പശ്ചാത്തലം പോലീസ് പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുനലൂർ ചെമ്മന്തൂരിലെ പെട്രോൾ പമ്പിലെത്തി 3000 രൂപയ്ക്ക് ഡീസൽ നിറച്ച ശേഷം പണം നൽകാതെ വെട്ടിച്ചു കടന്നു കളയുകയായിരുന്നു. വാഹനത്തിൽ ഇന്ധനം നിറച്ച പമ്പ് ജീവനക്കാരി ഷീബ പിന്നാലെ ഓടിയെങ്കിലും അതിവേഗം പ്രതികൾ വാഹനവുമായി കടന്നു കളഞ്ഞു. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി കൊട്ടാരക്കര ഭാഗത്തു നിന്നും വന്നൊരു ഫോർഡ് എൻഡവർ 3000 രൂപയ്ക്ക് ഡീസൽ നിറയ്ക്കുകയും പെട്ടെന്ന് ടാങ്ക് ക്ലോസ് ചെയ്തതിന് ശേഷം ഇവർ പൈസ തരാതെ പെട്ടെന്ന് വണ്ടി എടുത്ത് പോവുകയാണ് ചെയ്തത്. ഉടൻ തന്നെ പുനലൂർ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ട്രാഫിക് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അവരെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവരികയും നമ്മൾ പരാതി കൊടുത്തൊരു കേസാക്കിയിട്ടുമുണ്ട്. അവർ തമിഴ്നാട് സ്വദേശികളാണ്. സംസാരിച്ചപ്പോൾ അവർ പൈസ തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതുവരെ കിട്ടിയിട്ടില്ല. ഉടൻ തന്നെ ഷീബ പമ്പ് മാനേജർ ബിനു ജോണിനെ വിവരം അറിയിച്ചു. ബിനു പുനലൂർ പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് ഹൈവേ പോലീസ് വഴിയിൽ വെച്ച് വാഹനം തടയുകയും പ്രതികളെ പിടികൂടുകയുമായിരുന്നു. തിരുനെൽവേലി സ്വദേശികളായ ചുടലൈക്കണ്ണൻ, ബന്ധുവായ കണ്ണൻ എന്നിവരാണ് പിടിയിലായത്. നാഗർകോവിൽ സ്വദേശി റൂബന്റെ ഉടമസ്ഥതയിലുള്ളതാണ് തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ഫോർഡ് എൻഡവർ. വ്യാപാരികളാണെന്നും അതുമായി ബന്ധപ്പെട്ട് ചേർത്തലയിലെത്തിയ ശേഷം തമിഴ്നാട്ടിലേക്ക് തിരികെ പോവുകയായിരുന്നെന്നും പ്രതികൾ പോലീസിനോട് പറഞ്ഞു.
ന്യൂസ് 18 പുനലൂർ. നഷ്ടപ്പെടലിന്റെ വേദന അനുഭവിക്കാത്തവർ കുറവായിരിക്കും അല്ലേ? പ്രിയപ്പെട്ടവരുടെ വിയോഗം, പ്രണയബന്ധങ്ങളിലെ തകർച്ച, വിവാഹമോചനങ്ങൾ, ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ളവരാണോ നിങ്ങൾ? നഷ്ടപ്പെടലും ഏകാന്തതയുമൊക്കെ വല്ലാത്തൊരു നൊമ്പരല്ലേ? ആ വേദന അനുഭവിച്ചുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാകൂ. ഈ അവസ്ഥ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകാം. അത് മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞാൽ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും നിസ്സാരമായി കാണാൻ കഴിയും. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.